സേഫ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ നടൻ ജയസൂര്യ ഒരു വിശദീകരണമായി വന്നു. തനിക്കെതിരെ തെറ്റായ പ്രചാരണങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ്. പരസ്യത്തിന്റെ ആവശ്യങ്ങൾക്കായി ബന്ധപ്പെടുന്ന ആൾക്കാർ എത്തരക്കാരാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ജയസൂര്യ വ്യക്തമാക്കുന്നത്. പലപ്പോഴും വളരെ വലിയ പ്രലോഭനങ്ങളുമായി ഇത്തരം ആളുകൾ ജയസൂര്യ പോലുള്ള നടന്മാരെ സമീപിക്കുന്നു. അപ്പോൾ ഇവരുടെ ബയോഡേറ്റയൊക്കെ എത്ര നമ്മൾ അന്വേഷിച്ച് നടന്നാലും ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. അതാണ് ജയസൂര്യയും പറയുന്നത്. അപ്പോൾ നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. അതായത് ബ്രാൻഡ് അംബാസഡറിന് ശരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പലരും പറയുന്ന, നിയമവിദഗ്ധന്മാർ പറയുന്ന സാഹചര്യത്തിൽ ജയസൂര്യയുടെ പോസ്റ്റിൻ്റെ പ്രസക്തി എന്താണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തൃശൂർ സ്വദേശിയായ സ്വാതിക് റഹീം 2019 ഒരു ഓൺലൈൻ ബിഡിംഗ് ആപ്പ് തുടങ്ങുന്നത്. അതിനെ തുടർന്ന് പിന്നീട് അത് വലിയ സാമ്പത്തിക തട്ടിപ്പ് എന്ന നിലയിൽ തന്നെ അതിനെതിരെ പരാതികൾ ഉയർന്നു. 2023 അതിൽ പോലീസ് അടക്കം കേസെടുക്കുന്നു. പിന്നീടാണ് EDയുടെ കടന്നുവരവ്. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നത് ജയസൂര്യ ആയിരുന്നു. ജയസൂര്യ ഈ ബ്രാൻഡ് അംബാസിഡർ നിലയിൽ കൈപ്പറ്റിയ പ്രതിഫലമാണ് ED ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത്. തട്ടിപ്പിലൂടെ ലഭിച്ച പണമാണോ പ്രതിഫലമായി കൈപ്പറ്റിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അന്വേഷിക്കുന്നത്. ഇതിനിടയിലാണ് 2 തവണ ജയസൂര്യയെ ED ചോദ്യം ചെയ്തത്. കഴിഞ്ഞ മാസം 24-നും 29-നും സമൻസ് ലഭിച്ച പ്രകാരം ജയസൂര്യ EDക്ക് മുന്നിൽ ഹാജരായിരുന്നു. ഈ മാസം 7-ാം തീയതിയും ഇത്തരത്തിൽ ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന വാർത്തകൾ വന്നിരുന്നു. ഇത് നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജയസൂര്യ രംഗത്ത് വന്നിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ജയസൂര്യയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. നിലവിൽ നടക്കുന്നതെല്ലാം തന്നെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ തന്നെ തെറ്റായ പ്രചരണമാണ്. അത്തരത്തിലൊരു നിയമാനുസൃതമല്ലാത്ത ഒരു ഇടപാടും താൻ നടത്തിയിട്ടില്ല. നിയമാനുസൃതമായ ഇടപാട് മാത്രമാണ് താൻ നടത്തിയിരിക്കുന്നത്. അങ്ങനെ നികുതി അടക്കുന്ന ഒരു സാധാരണക്കാരനാണ് താൻ. മാത്രമല്ല, തനിക്ക് ഇപ്പോൾ പരസ്യവുമായി ബന്ധപ്പെട്ട് തങ്ങളെ സമീപിക്കുന്ന ആളുകൾ എത്തരക്കാരാണെന്ന് തനിക്ക് അറിയാൻ സാധിക്കില്ലല്ലോ എന്ന ചോദ്യമാണ് എന്തായാലും ജയസൂര്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അതേസമയം തന്നെ ED ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ അന്വേഷണത്തിൽ കടന്നിട്ടുണ്ട്. കാരണം ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഏതൊക്കെ ആളുകളിലേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ ആപ്പിനെ പ്രധാനമായും ഈ സിനിമാ താരങ്ങളെ ഉപയോഗിച്ചാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, സാധാരണക്കാർക്കിടയിൽ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിച്ചത്. അങ്ങനെയാണ് ജയസൂര്യ ബ്രാൻഡ് അംബാസിഡറായി വരുന്നു. പിന്നീട് ജയസൂര്യയെ ED ചോദ്യം ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വലിയ സാമ്പത്തിക തട്ടിപ്പ് ഈ ആപ്പിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ED ഇപ്പോൾ ഈ അന്വേഷണമായി മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ജയസൂര്യ തന്നെ 3-മതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഈ ആപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ EDയുടെ ഭാഗത്തുനിന്നും പുരോഗമിക്കുകയാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.